ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം ഒന്നാമത്തെ നമ്മൾ ഇത്ര നാളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അവരെങ്ങനെ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഷാംപൂ, കണ്ടീഷണർ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മെയിനായിട്ട് എനിക്ക് അവരുടെ കേരള താളി മേക്കിംഗ് കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം കേരള താളി എന്നുള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് അവർ കൊണ്ടുപോയ ഒരു കോൺസെപ്റ്റ് ആണല്ലോ. അതെങ്ങനെയായിരിക്കും അവർ ചെയ്യുന്നതെന്ന് അറിയാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പാക്കറ്റ് എല്ലാം ഫുൾ പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടാവും, എന്നിട്ടും വീണ്ടും അവർക്ക് ടെസ്റ്റ് ഉണ്ട്. ഇവർ ഈ പ്രോഡക്റ്റുകളെല്ലാം, അതായത് നമ്മുടെ ഔഷധ കൂട്ടുകളെല്ലാം കളക്ട് ചെയ്തിട്ട് നല്ലതും ചീത്ത നമ്മൾ വേർതിരിക്കും. നല്ല പ്രോഡക്റ്റുകളെല്ലാം അവർ അടുത്ത സെക്ഷനിലേക്ക് വിടുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇതെല്ലാം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് പൗഡർ ആക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ കേരള താളി കണ്ടു, നമ്മുടെ ഇത് കണ്ടു, ഓണിയൻ ഷാമ്പൂ കണ്ടീഷണറും കണ്ടു. ഈ ഓണിയൻ ഷാമ്പൂ കണ്ടീഷണർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ആ കണ്ടീഷണറിൻ്റെയും ഷാമ്പൂവിൻ്റെയും ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, അത് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ്. നമ്മൾ ശരിക്കും നമ്മുടെ ബാത്റൂമിൽ നിന്ന് ഈ ഷാമ്പു കയ്യിലെടുക്കുമ്പോൾ എന്തൊരു മണമില്ലേ, അതിൻ്റെ ഒരു 10 ഇരട്ടി മണം. നമ്മൾ ആ ഫാക്ടറി ഫുൾ ഒരു ദിവസം കംപ്ലീറ്റ്ലി അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. എല്ലാവരും കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണല്ലോ അവരുടെ പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഇത്രയും സൂക്ഷിച്ച് ഇത്രയും ശ്രദ്ധയോടെയാണ് ഇവർ ചെയ്യുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സത്യമായിട്ട് ഞാൻ പറയണം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്ലൂട്ടത്തോണിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കുറേ ആൾക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഞാനത് ചെയ്തത്. നിങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണോ വെളുത്തത്, അത് ഇതെന്നുള്ളൊരു 100 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഈ ഇടയായിട്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന മറ്റൊരു ചോദ്യമാണ്, നിങ്ങൾ ഒരുപാട് പ്രോഡക്റ്റുകളുടെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ നല്ല പ്രോഡക്റ്റുകളാണോ, നിങ്ങളിത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ ചോദ്യങ്ങൾ വരാറുണ്ട്. അവസാനം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു ഭാഗ്യമൊന്നോ ഒരു അവസരമെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അതും കേരളത്തിൽ നിന്ന് എനിക്കാണ് അതിനുള്ള സെലക്ഷൻ കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഈ കഴിഞ്ഞ ഓണത്തിന് ഞാൻ എവിടെയായിരുന്നു എന്നെ അറിയാമെന്നുള്ള കുറച്ച് പേർക്കൊക്കെ അറിയാം. ഞങ്ങൾ ഇവിടെ ഹരിയാനയിൽ പോയിരുന്നു നമ്മുടെ മാമാ എർത്ത് ബ്രാൻഡിൻ്റെ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഞാനുണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു, ഹൈദരാബാദിൽ നിന്നുണ്ടായിരുന്നു, പിന്നെ അവിടെ തന്നെയുള്ള ഹരിയാന, ഗുജറാത്ത് അവിടെയുള്ള കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 4-5 പേർക്കാണ് അവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടുന്നത്. ഞാനിവിടുന്ന് പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാര്യം ഒന്നാമത്തെ നമ്മൾ ഇത്ര നാളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അവരെങ്ങനെ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഷാംപൂ, കണ്ടീഷണർ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മെയിനായിട്ട് എനിക്ക് അവരുടെ കേരള താളി മേക്കിംഗ് കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം കേരള താളി എന്നുള്ള നമ്മുടെ കേരളത്തിൽ നിന്ന് അവർ കൊണ്ടുപോയ ഒരു കോൺസെപ്റ്റ് ആണല്ലോ. അതെങ്ങനെയായിരിക്കും അവർ ചെയ്യുന്നതെന്ന് അറിയാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓണത്തിന് ആ സമയത്തിന്, എനിക്ക് തോന്നുന്നു 2 ദിവസം മുന്നേ ആണെന്ന് തോന്നുന്നു, ഓണത്തിന് ഞങ്ങൾ അവിടെ പോയിരുന്നു. ഞങ്ങൾ ഇറങ്ങിയത് ഗുജറാത്തിലാണ്. എവിടെയായിരുന്നു? ചണ്ഡീഗഡ്, ആ എയർപോർട്ടിലായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ആടി ഉല്ലസിച്ച് ഞാനിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നേരെ അവിടെ പോയി. നെക്സ്റ്റ് ഡേ നമ്മൾ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അവിടെ ചെന്നു നമ്മുടെ മാമാ എർത്ത് ബ്രാൻഡിൻ്റെ ഓണേഴ്സ് ഉണ്ടായിരുന്നു, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവരെ കാണാനും കുറേ നേരം വിശേഷങ്ങൾ പറഞ്ഞ് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റി. അതിനുശേഷം ഞങ്ങൾ നേരെ ഫാക്ടറിയിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ചെമ്പരത്തി, നെല്ലിക്ക, അതുപോലെ 12 ആയുർവേദ കൂട്ടുകൾ, അലോവേര തുടങ്ങിയ ഐറ്റംസ് എല്ലാം ഇവിടുന്ന് അവർ പ്രോപ്പറായിട്ട് പിക്ക് ചെയ്ത് അവിടെ കൊണ്ടുചെന്ന് അവരുടെ ഒരു ടെസ്റ്റ് ഉണ്ട്, ഇത് നല്ല പ്രോഡക്റ്റ് തന്നെയാണോ നമുക്ക് വന്നേക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്രൂവൽ കിട്ടിയ പ്രോഡക്റ്റ് എല്ലാം ഒരു സൈഡിലേക്ക്, ബാക്കി ഈ പറഞ്ഞ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പം നല്ലതല്ല എന്ന് അവർക്ക് മനസ്സിലാവുന്ന പ്രോഡക്റ്റുകളൊക്കെ മറ്റൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഈ പറഞ്ഞ ഈ ആയുർവേദ കൂട്ടുകളെല്ലാം കണ്ടു. നമ്മുടെ ഈ ചെമ്പരത്തിയൊക്കെ അവർ കറക്റ്റായിട്ടുള്ളത് നോക്കി ഹാൻഡ് പിക്ക് ചെയ്തെടുത്തിട്ട് അതിനെ പൊടിച്ച് മാറ്റി വെച്ചേക്കുന്നത്, എങ്ങനെ പൊടിക്കുന്നു, ഈ പൗഡർ എല്ലാം എങ്ങനെ മിക്സ് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഇവർ ഈ പ്രോഡക്റ്റുകളെല്ലാം, അതായത് നമ്മുടെ ഔഷധ കൂട്ടുകളെല്ലാം
കളക്ട് ചെയ്തിട്ട് നല്ലതും ചീത്ത നമ്മൾ വേർതിരിക്കും. നല്ല പ്രോഡക്റ്റുകളെല്ലാം അവർ അടുത്ത സെക്ഷനിലേക്ക് വിടുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇതെല്ലാം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് പൗഡർ ആക്കുന്നത് കേട്ടോ. ആ പൗഡർ ആക്കുന്ന മിഷൻ അതിലേക്ക് എങ്ങനെ ഇടുന്നു, പൗഡറായി കിട്ടിക്കഴിയുമ്പോൾ അത് എങ്ങനെ മാറ്റിയെടുക്കുന്നു, അതെല്ലാം അവർ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തന്നു. അതിനുശേഷം ഈ പൊടികളെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതും എങ്ങനെ നടക്കുന്നു, അതും ഒരു തവണ നമ്മുടെ ഈ പ്രോഡക്റ്റ് എല്ലാം അപ്രൂവൽ കിട്ടി എല്ലാം നല്ല ഐറ്റംസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആരും ഒരു കൈ കൊണ്ട് തൊടുന്ന ഒരു പ്രോസസ്സ് ഇല്ല. ഒന്നും നമ്മുടെ കൈ ഹാൻഡ് ടച്ച് വരാതെ കറക്റ്റായിട്ട് മിഷനിലേക്ക് ഡയറക്റ്റ്ലി പോയി അവിടെ നിന്ന് അടുത്ത സ്ഥലത്തിലേക്ക് പോയി അങ്ങനെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് പോകുന്നത് കേട്ടോ കാര്യങ്ങളെല്ലാം. അങ്ങനെ ഈ ആയുർവേദ കൂട്ടുകളെല്ലാം ഒരുമിച്ച് പൊടിക്കുന്നു. ഒരുമിച്ച് പൊടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മിക്സിങ്ങിനൊരു പ്രോസസ്സ് ഉണ്ട്. ഈ മിക്സിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്ഷനിലോട്ട് പോകുമ്പം ഈ മിക്സ് ചെയ്തതിനൊരു അളവുണ്ട് അവർക്ക്. അതായത് അതിൻ്റെ തിക്നെസ് കറക്റ്റ് ആണോ, വെള്ളത്തിന് ഒത്തിരി ലൂസായി പോയോ, ഇതിലെന്തെങ്കിലും നമ്മുടെ കൈ ടച്ച് ചെയ്തിട്ടുണ്ടോ, കയ്യിൽ നിന്ന് എന്തെങ്കിലും ബാക്ടീരിയാസ് കയറിയിട്ടുണ്ടോ, പുറത്തുള്ള പൊടികൾ കയറിയിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെല്ലാം സെപ്പറേറ്റ് സെക്ഷൻ ആണ് കേട്ടോ. അവിടെ പോയിട്ട് ഈ കാര്യങ്ങളെല്ലാം അവർ ടെസ്റ്റ് ചെയ്യും. ഇത് ഈ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ആ ഒരു മിക്സ്ചർ കറക്റ്റ് ആണെന്നെല്ലാം എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് അടുത്തത് വീണ്ടും അടുത്ത സെക്ഷനിലേക്ക് അത് വിടുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിലേക്ക് നൈട്രജനും കാര്യങ്ങളൊക്കെ കടത്തി വിടും. കാര്യം നമ്മൾ ഈ പാക്ക് ചെയ്ത് വെച്ചേക്കുമ്പോൾ ഇത് കേടാവാൻ പാടില്ല. ഈ ഒരു സാധനം ഇത്രയും നാൾ എങ്ങനെ ആ ഒരു പാക്കറ്റിനുള്ളിൽ ഇരിക്കുന്നു എന്നുള്ളതിന് എല്ലാവർക്കും ഒരു ചോദ്യം കാണുമല്ലോ. അത് കറക്റ്റായിട്ട് അവരുടെ വാട്ടർ ടെസ്റ്റും അതുപോലെ തന്നെ ഈ നൈട്രജൻ കടത്തി വിടുന്നതും അതെല്ലാം ചെയ്യുന്നത് കൊണ്ടാണ് ആ പ്രോഡക്റ്റുകളൊന്നും കേടാവാതിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവരുടെ നമ്മുടെ ഈ പാക്കറ്റ് ഇല്ലേ, പാക്കറ്റ് ഇവരെങ്ങനെ കറക്റ്റായിട്ട് സാനിറ്റൈസ് ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ്. ആദ്യം ഈ പാക്കറ്റ് നമ്മുടെ ഫാക്ടറിക്കുള്ളിൽ വന്നു കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പ് ഫുൾ ചെക്കിങ് കഴിയും, നമ്മുടെ പാക്കറ്റ് കറക്റ്റ് ആണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് സാനിറ്റൈസ് ചെയ്യും. സാനിറ്റൈസേഷനും കഴിഞ്ഞിട്ടാണ് ഇവർ ഈ പ്രോഡക്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സെക്ഷനിലേക്ക് വിടുന്നത്. അവിടെ വിട്ട് കഴിയുമ്പോൾ ഒരു ഹാൻഡ് ടച്ചും കാര്യങ്ങളും ഇല്ലാതെ കറക്റ്റ് കുറേ ചേച്ചിമാരാണ് കേട്ടോ അവിടെ ഉള്ളത്. അവരെല്ലാവരും കറക്റ്റായിട്ട് അത് ഫില്ല് ചെയ്യുന്നു. അത് കാണാൻ തന്നെ രസമാണ് കേട്ടോ. ഒരേ സ്ട്രെച്ചിൽ ഇങ്ങനെ ആ പാക്കറ്റുകളെല്ലാം വരുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ഫില്ല് ചെയ്യുന്നു, അത് ടൈറ്റ് ചെയ്യുന്നു, അത് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. അടുത്ത സെക്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പാക്കറ്റ് എല്ലാം ഫുൾ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും വീണ്ടും അവർക്ക് ടെസ്റ്റ് ഉണ്ട്. ഈ പാക്കിംഗ് കറക്റ്റ് ആണോ, ഇതിൽ കവറിൽ ചുളിവുണ്ടോ, കവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മാനുഫാക്ചറിങ് ഡേറ്റിന്റെ മിസ്റ്റേക്ക് ഉണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ക്യാപ്പ് കറക്റ്റ് ആണോ, എയർ ടൈറ്റ് ആണോ, അതെല്ലാം ടെസ്റ്റ് ചെയ്യും. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഫുൾ പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ആ പാക്കിംഗ് കഴിഞ്ഞ ഐറ്റം ഓക്കെ ആണെന്നുള്ളത് ചെക്ക് ചെയ്യും. നിങ്ങൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഈ ഇത്രയും കാര്യങ്ങളിൽ ഡിഫക്റ്റ് വരുന്ന ഒരു പ്രോഡക്റ്റും ഇവിടെ അപ്രൂവ് ചെയ്യില്ല. കണ്ടോ, ഈ ഒരു ചെറിയ ഒരു പാക്കറ്റിൽ ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിൻ്റെ പ്രിന്റിങ് കറക്റ്റ് അല്ലെങ്കിൽ പോലും അതെല്ലാ സാധനങ്ങളും ഇവർ അപ്രൂവ് ചെയ്യാതെ റിജക്റ്റ് ചെയ്യാണ് പതിവ്. ഈ ബോക്സ് കണ്ടോ, കാണുന്നുണ്ടോ? ഈ ബോക്സിൽ ഇപ്പം പാക്ക് ചെയ്ത് വന്ന ഇത്രയും ഐറ്റംസിൽ നിന്ന് ഇത്രയും ഐറ്റംസ് റിജക്ട് ചെയ്തിട്ട് ഇതിൽ മിസ്റ്റേക്ക് എന്താണെന്ന് നമ്മൾ എടുത്ത് കുറേ നേരം നോക്കി നമുക്ക് മനസ്സിലാവും. ഞാനിത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റില്ല. വാട്ട് ഇസ് ദ മിസ്റ്റേക്ക് ഇൻ ദിസ് പാക്കറ്റ്? Oh, scratch where? Oh, this one. ഓക്കെ, ഈ പാക്കറ്റിന് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ സീൽ ചെയ്തത് കറക്റ്റ് ആയിട്ടില്ല. ഇവിടെ ഒരു ബെൻഡ് ഉണ്ട്, അവിടുത്തെ സീലിംഗ് കറക്റ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഈ പാക്കറ്റ് റിജക്ട് ചെയ്തത്. അതാ എയർ നിറയ്ക്കുമ്പോൾ അത് കാണാൻ പറ്റും സീലിംഗ് കറക്റ്റ് അല്ല എന്നുള്ള കാര്യം. കണ്ടോ? അപ്പം ഇതുപോലെ ഒരുപാട് പ്രോജക്റ്റുകളിൽ നിന്ന് ഒരുപാട് പ്രോഡക്റ്റ് ഇവർ റിജക്ട് ചെയ്യുന്നുണ്ട്. ഈ ഉണ്ടാക്കിയ നമ്മുടെ പേസ്റ്റ് ഓക്കെ ആണെങ്കിൽ പോലും പാക്കിങ്ങിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ പോലും ഇവർ അപ്പോഴേ റിജക്ട് ചെയ്യാറാണ് പതിവ്. ഇത്രയും സൂക്ഷിച്ച് ഇത്രയും ശ്രദ്ധയോടെയാണ് ഇവർ ചെയ്യുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സത്യമായിട്ട് ഞാൻ പറയണം, അത്രയ്ക്ക് വലിയൊരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ടെസ്റ്റിങ്ങിലും പാസ്സാകാതെ വരുന്ന എന്താ പറയുക, നമ്മൾ മാറ്റി വെക്കുന്ന കുറേ പ്രോഡക്റ്റുകളുണ്ടാവും. ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ട് പോലും അത് കറക്റ്റ് അല്ല, അതായത് പ്രോഡക്റ്റിന് കുഴപ്പം കാണില്ല, അതിനെ പാക്കേജിൻ്റെ കുഴപ്പം കാരണം മാറ്റി വെക്കുന്ന കുറേ പ്രോഡക്റ്റുകളുണ്ടാവും. അത് വീണ്ടും നമ്മൾ ഈ പറഞ്ഞ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സാധനം പോവാണ്. ഇതുപോലെ നമ്മൾ കേരള താളി കണ്ടു, നമ്മുടെ ഇത് കണ്ടു, ഓണിയൻ ഷാമ്പൂ കണ്ടീഷണറും കണ്ടു. ഈ ഓണിയൻ ഷാമ്പൂ കണ്ടീഷണർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ആ കണ്ടീഷണറിൻ്റെയും ഷാമ്പൂവിൻ്റെയും ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, അത് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ്. നമ്മൾ ശരിക്കും നമ്മുടെ ബാത്റൂമിൽ നിന്ന് ഈ ഷാമ്പു കയ്യിലെടുക്കുമ്പോൾ അതൊരു മണമില്ലേ, അതിൻ്റെ ഒരു 10 ഇരട്ടി മണം ഇത്രയും പ്രോഡക്റ്റ് ഒരുമിച്ച് കാണുമ്പോൾ. വലിയൊരു ക്വാണ്ടിറ്റിയിലാണ് അവർ ഉണ്ടാക്കുന്നത് കേട്ടോ. കാര്യം അവരുടെ ഒണിയൻ ഷാമ്പും കണ്ടീഷണറൊക്കെ ഭയങ്കര മൂവിങ് ഉള്ള പ്രോഡക്റ്റാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ മാമ എർത്തിൻ്റെ ഒണിയൻ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ. എൻ്റെ വീഡിയോസിൽ തന്നെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും പ്രൊമോഷൻ ചെയ്യുന്നത്. നമ്മുടെ റീൽസിലും നമ്മുടെ യൂട്യൂബ് ഷോർട്സിലും
വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം അത് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കാണുന്ന വലിയൊരു വെസൽ കണ്ടോ, ഇതിനുള്ളിലാണ് നമ്മുടെ ഷാംപൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അറൗണ്ട് 4000 kg ആണ് ഈ ഒരു വെസലിൻ്റെ ഇത്. നമ്മൾ ആദ്യം കണ്ടത് താളിയുടെ സെക്ഷൻ ആയിരുന്നല്ലേ, അത് വളരെ ചെറിയൊരു യൂണിറ്റ് ആയിരുന്നു, കാര്യം അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. പക്ഷേ ഇതിപ്പം ഡെയിലി 25 ടൺ വീതമൊക്കെ ഇവർക്ക് സെയിൽ നടക്കുന്നുണ്ട്. അത്രയും വലിയൊരു അളവിലാണ് ഇവരിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈഡ് വന്നിട്ട് നമ്മുടെ ഷാംപൂ മേക്കിംഗ് ആണ്. ഈ സൈഡിൽ ഞാൻ നിൽക്കുന്ന ഈ ഒരു ഇതല്ലേ, ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു ഇതാണ് നമ്മുടെ കണ്ടീഷണർ. ഇതിനുള്ളിലാണ് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചത് കേട്ടോ. എൻ്റെ അമ്മ എന്ത് നല്ല അടിപൊളി മണമായിരുന്നെന്ന് അറിയാവോ. വലിയൊരു ക്വാണ്ടിറ്റിയിൽ അവരത് ഉണ്ടാക്കുന്നു. അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ കുറേ നേരം ഇങ്ങനെ വണ്ടടിച്ച് നിന്നു, ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഉണ്ടാക്കുന്നതെന്നുള്ളത്. അങ്ങനെ ഓണിയൻ ഷാമ്പു കണ്ടു, കണ്ടീഷണർ കണ്ടു, പിന്നെ അവരുടെ എല്ലാം കണ്ടു. നമ്മുടെ ഉപ്ടൺ ഫേസ് വാഷ് കണ്ടു, അവരുടെ മോയ്സ്ചറൈസർ കണ്ടു. നമ്മൾ ആ ഫാക്ടറി ഫുൾ ഒരു ദിവസം കംപ്ലീറ്റ്ലി അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. എല്ലാവരും കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. അതുപോലെ തന്നെ ഓരോ പാക്കിങ്ങും ഓരോന്നിപ്പം ഒരു ഷാമ്പു എടുത്താൽ അതിൻ്റെ കുഞ്ഞു പാക്കറ്റ് മുതൽ വലിയ 2 ലിറ്ററിൻ്റെ പാക്കറ്റ് വരെ ഉണ്ടാവും. ഇതെല്ലാം എങ്ങനെ ഫില്ല് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിന്നിട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണല്ലോ അവരുടെ പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അതുപോലെ ഈ ഒരു ബ്രാൻഡിൻ്റെ നെയിം വരുന്നത് ഹൊനാസ കൺസ്യൂമർ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കേട്ടോ. അവരുടെ താഴെയാണ് നമ്മുടെ മാമ അർത്ത്, ആക്യുലോജിയ, അതുപോലെ ഡെർമാക്കോ, ബി ബ്ലൻഡ്, ഇതെല്ലാം വരുന്നത് ഈ ഒരു ഒറ്റ കൊടക്കീഴിലാണ്. ശരിക്കും അവരെ കണ്ട് സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലായത് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ കുഞ്ഞിന് വേണ്ടി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ് ഈ മാമ അർത്ത് എന്ന് പറയുന്നത്. മറ്റുള്ള ബ്രാൻഡുകൾ യൂസ് ചെയ്ത സമയത്ത് കുഞ്ഞിനെന്തോ അത്രയും നല്ലതല്ല എന്നവർക്ക് തോന്നുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് നമുക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് നല്ലൊരു കാര്യം ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് അവരങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ് കേട്ടോ. അതിനുശേഷമാണ് രണ്ടുപേരും കൂടെ പതിയെ വളർന്ന് ഇത്രയും ബ്രാൻഡുകൾ അവരുടെ കീഴിലായത്. അപ്പോൾ ഈ മാമാർത്ത് മാത്രമല്ല നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്ന ഈ പറയുന്ന പോലെ നമ്മൾ ബി ബ്ലൻഡ് ചെയ്യാറുണ്ട്, ആക്യുലോജി ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഒരുമിച്ച് കാണാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ കുറേ പേര് ചോദിക്കുകയാണ് ഇതൊക്കെ സത്യമാണോ, നന്നായിട്ടാണോ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉള്ളത്. ശരിക്കും നമ്മൾ പോയി നേരിട്ട് കണ്ട എക്സ്പീരിയൻസിൽ പറയാണ്, അവർ അത്രയും കെയർഫുള്ളായിട്ട് അവരുടെ ആത്മാർത്ഥതയുടെ 100% കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനി സംശയങ്ങൾ ചോദിക്കുന്നവരോട് എനിക്കും ധൈര്യമായിട്ട് പറയാം, കാര്യം ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ. ഈ വരുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് റിവ്യൂ തരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് കുറച്ച് ദിവസമായിട്ട് എൻ്റെ കൈകളിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാം, എന്നിട്ട് ഇത് ലൈവ് കിട്ടാൻ മതി എന്ന് ആലോചിച്ചിട്ടാണ് ഈ ഓണത്തിനടുത്ത സാധനം ഇത്രയും ഡിലേ ആയത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.